ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും യുവർ സൈക്കോമെറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റിയിലെ MSc സൈക്കോളജിയുടെ സിലബസാണ്. അപ്പോൾ അതിൽ നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 ആയിട്ടുള്ള സയൻറ്റിഫിക് റിസർച്ചിൽ പാർട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് സയൻറ്റിഫിക് റിസർച്ചിൽ എത്ര യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ 5 യൂണിറ്റ് ആണുള്ളത്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഫിലോസഫി ഓഫ് റിസർച്ച് ആണ്. അതിൽ നമ്മൾ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി പഠിക്കുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 2 ഡെഫിനിഷനും മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച് ആണ്. ആൻഡ് യൂണിറ്റ് 3 റിസർച്ച് സ്ട്രാറ്റജീസ് ആണ്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ്, കോറിലേഷൻ റിസർച്ച് എന്താണ്, എക്സ്പെരിമെന്റൽ റിസർച്ച് എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട്. യൂണിറ്റ് 4 നമ്മൾ വാലിഡിറ്റി ഓഫ് റിസർച്ച് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിസർച്ച്. യൂണിറ്റ് 5 സ്റ്റെപ്സ് ഇൻ റിസർച്ച് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 1 ആണ്, ഫിലോസഫി ഓഫ് റിസർച്ച്. അതിൽ നമ്മൾ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി ആൻഡ് ആക്സിയോളജിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം നമുക്ക് വൈകാതെ തന്നെ നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിസർച്ച് എന്താണെന്നുള്ളത് അറിയണം. അപ്പം റിസർച്ച് ഈസ് ആൻ ആർട്ട് ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് വാട്ട് ഈസ് റിസർച്ച് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേയിൽ അതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയാം. ഇപ്പോൾ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ബേൺ ഔട്ടിലേക്ക് ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എക്സാം സ്ട്രെസ് നമ്മുടെ പെർഫോമൻസിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും. ആ ചോദ്യത്തിന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ ഒരു ആൻസർ കൊടുക്കുമ്പോഴാണ് അതിന് നമ്മൾ റിസർച്ച് എന്ന് പറയാം. അപ്പോൾ നമ്മൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ആൻസേഴ്സ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യണം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. എന്നിട്ട് ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സുകൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയാം. ഇനി സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുമ്പോൾ അത് പ്ലാൻഡ് ആയിരിക്കും, കൺട്രോൾഡ് ആയിരിക്കും, ലോജിക്കൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു എവിഡൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ ആ ഒരു സയൻറ്റിഫിക് റിസർച്ച് നടത്തുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർക്കിംഗ് സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു എക്സാം സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്തായി, പ്ലാൻഡ് ആയി എന്നുള്ളത്. പിന്നെ നമ്മൾ സ്കെയിലുകൾ യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ സ്ട്രെസ് ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, സ്ട്രെസ് സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഒപ്പീനിയൻ്റെ ബേസിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ റിസൾട്ട്സുകളും പറയുന്നത് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. നമ്മൾ ആ കിട്ടിയിട്ടുള്ള ഡാറ്റയുടെ ബേസിലാണ്. അതിനാണ് നമ്മൾ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കെർലിംഗർ 1973 ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് സയൻറ്റിഫിക് റിസർച്ചിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കാം അല്ലേ. ഡിഫൈൻസ് റിസർച്ച് ആസ് എ സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ about the presumed relationship about various phenomena. അപ്പം കെർലിംഗർ സയൻറ്റിഫിക് റിസർച്ചിനെ പറഞ്ഞിട്ടുള്ളത് അതൊരു റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആണ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിസർച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ വർക്കിംഗ് സ്ട്രെസ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു എക്സാം സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് എന്ത് ചെയ്യണം, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളൊരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യും. പിന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. എന്നിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ റിസൾട്ടിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ എന്താണ്, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, ഹൈപ്പോത്തസിസ് ഫോം ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റിസർച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സിസ്റ്റമാറ്റിക് എന്ന് പറയാം. അപ്പോൾ കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ എറേഴ്സ് ഒന്നും വരാതെ ഈ റിസർച്ച് നടത്തുമ്പോൾ എററിനെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം നമ്മുടെ കൺട്രോളിലാക്കിയിട്ട് കൂടുതലും ആ ഒരു എറേഴ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സെയിം കാറ്റഗറിയിലുള്ള ആൾക്കാർ, ഇപ്പം നമ്മൾ പോപ്പുലേഷൻ ഏതാണോ എടുക്കുന്നത്, ഇപ്പോൾ വർക്കിംഗ് വുമൺസ് ആണെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഇപ്പോൾ IT മേഖലയിലാണെങ്കിൽ IT മേഖല എന്ന് പറയുന്ന ആൾക്കാരെന്ന്, അപ്പം ഫുൾ IT മേഖലയിലുള്ള വുമൺസിനെ ആയിരിക്കും നമ്മൾ എടുക്കുക. അതേപോലെ സെയിം ക്വസ്റ്റ്യനേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ സെയിം ഏജ് കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും നമ്മൾ നോക്കുക. ഇതൊക്കെ എന്തിനാണ്, നമ്മൾ ആ ഒരു എറേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ കണ്ടീഷൻസ് നമ്മുടെ അണ്ടർ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത്.
മൂന്നാമത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എംപിരിക്കലാണ്. അതായത് ഒരു റിയൽ ഡാറ്റയുടെ ബേസിൽ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ഈ ഒരു റിസർച്ചിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് നമ്മളൊരു ബിലീഫിൻ്റെ പുറത്തല്ല എന്നുള്ളത്. ഇപ്പോൾ സ്ട്രെസ്സ് നമ്മുടെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസർച്ച് എന്തൊക്കെ നോക്കും? നമ്മൾ ആദ്യം സ്ട്രെസ്സ് മെഷർ ചെയ്യും, അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു റിസൾട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞത് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ടുള്ള തിങ്കിങ്ങും അതുപോലെ തന്നെ ഇവാലുവേഷനും എവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്? ഈ ഒരു റിസർച്ചിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ റിസർച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യനെയർ എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യനെയർ റിലയബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പോൾ അതിൻ്റെ റിലയബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. ഒരു 0.75 മുകളിലാണോ അല്ലെങ്കിൽ 0.95 ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല റിലയബിൾ ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ടൂളാണോ കിട്ടിയേക്കുന്നത്? റിലയബിൾ എന്ന് പറയുമ്പോൾ എവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെയർ അപ്ലൈ ചെയ്താലും സെയിം ആൻസേഴ്സ് തന്നെയാണോ, സെയിം സാധനങ്ങൾ തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് വളരെ ലോജിക്കൽ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും എന്നുള്ളത്. അല്ലാണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് അതുപോലെ നമ്മൾ ബ്ലൈൻഡ്ലി എന്ത് ചെയ്യല്ല, അക്സെപ്റ്റ് ചെയ്യല്ല. നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിസർച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ക്രിട്ടിക്കൽ എന്ന് പറയാനുള്ള കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ പറയുന്നുണ്ട്. ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വർക്ക് സ്ട്രെസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷനെ എന്ത് ചെയ്യും? കുറയ്ക്കും എന്നുള്ളൊരു സാധനമുണ്ട്. അതൊരു എന്താണ്? ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു റിസർച്ച് വഴിയാണ്. അപ്പോൾ പിന്നെ അതിൽ പറയുന്നത് about the presumed relationship about various phenomena. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതായത് റിസർച്ച് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ റിസർച്ച് സ്റ്റഡീസിൽ കൂടുതലും വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം സ്ട്രെസ് ആൻസൈറ്റി തമ്മിൽ റിലേഷൻ ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർക്കും അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഈ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? സയന്റിഫിക്കലി ആണ് എന്നുള്ളത്. അപ്പോൾ ഡിഫൈൻസ് റിസർച്ച് ആസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾഡ് എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ ഹൈപ്പോത്തറ്റിക്കൽ പ്രപ്പോസിഷൻ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്രപ്പോസിഷനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടും കൺട്രോൾഡ് ആയിട്ടും എംപിരിക്കൽ ആയിട്ടും ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷനിലൂടെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എബൌട്ട് ദ പ്രിസ്യൂംഡ് റിലേഷൻഷിപ്പ് എബൌട്ട് വേരിയസ് ഫിനോമിന. നമ്മൾ ഏതൊക്കെ വേരിയബിൾസ് ആണോ എടുക്കുന്നത് ആ വേരിയബിൾസ് റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ പ്രപ്പോസിഷൻ എടുക്കും. അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലും കൺട്രോൾഡ് ആയിട്ടും എംപിരിക്കൽ ആയിട്ടും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെയാണ് നമ്മൾ ആ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത്. അതിനെയാണ് നമ്മൾ സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. ക്ലിഫോർഡ് വുഡിന്റെ ഒരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്. റിസർച്ച് കംപ്രൈസസ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ഓർ സജസ്റ്റഡ് സൊല്യൂഷൻസ്, കളക്ടിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റ, മേക്കിംഗ് ഡിഡക്ഷൻസ് ആൻഡ് റീച്ചിങ് കൺക്ലൂഷൻസ്, ആൻഡ് അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ് ദ കൺക്ലൂഷൻസ് ടു ഡിറ്റർമൈൻ വെദർ ദേ ഫിറ്റ് ദ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. അതായത് ക്ലിഫോർഡ് വുഡി പറയണത് എന്താ വെച്ചാൽ ഈ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അത് ഒരു പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു എന്താ പറയുക ഒരു എൻഡിൽ ഒരു 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 കൺക്ലൂഷൻ ടെസ്റ്റ് ചെയ്യുന്നതിലാണ് അവസാനിക്കുന്നത്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്നും അവസാനിക്കുന്ന ഒരു ടെസ്റ്റിംഗ് കൺക്ലൂഷനിലുമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും റിസർച്ച് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിസർച്ചർ ആ ഒരു പ്രോബ്ലം എന്താണ്, എന്ത് പ്രോബ്ലത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, അത് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്, വാട്ട് പ്രോബ്ലം ടു സ്റ്റഡി എന്നുള്ളത് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ പ്രോബ്ലം ചിലപ്പോൾ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പാർട്ടിസിപ്പന്റ് പറയാണ് അല്ലെങ്കിൽ റിസർച്ചർ പറയാണ് എനിക്ക് സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ സ്ട്രെസ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ശരി, അതെന്തല്ല, ക്ലിയർലി ഐഡന്റിഫൈഡ് അല്ല. എന്താണ് പ്രോബ്ലം എന്നുള്ളത് ക്ലിയർലി ഐഡന്റിഫൈ അല്ല. അതായത് സ്ട്രെസ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ആരുടെ സ്ട്രെസ് ആണ് പഠിക്കേണ്ടത്, എന്ത് തരത്തിലുള്ള സ്ട്രെസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് എന്തല്ല, ക്ലിയർലി അവിടെ ഡിഫൈൻഡ് അല്ല. അപ്പം നമ്മൾ ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യേണ്ടി വരും, റീഡിഫൈൻ ചെയ്യേണ്ടി വരും, കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം കറക്റ്റ് ചെയ്യപ്പെടുമ്പോൾ വർക്ക് സ്ട്രെസ് റിലേറ്റഡ് മാരീഡ് അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് ആണ് പഠിക്കേണ്ടത് എമംഗ് മാരീഡ് വർക്കിംഗ് വുമൺ. അതായത് മാരീഡ് ചെയ്തിട്ടുള്ള വർക്കിംഗ് വുമണിൽ ഉണ്ടാവുന്ന വർക്ക് സ്ട്രെസ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്തായി, ആ ഒരു പ്രോബ്ലം വളരെ ക്ലിയർലി റീഡിഫൈൻഡ് ആയി കറക്റ്റ് ചെയ്യപ്പെട്ടു.
അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് റിസർച്ചിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്ന് പറഞ്ഞു ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്. രണ്ടാമത്തെ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ഓർ സജസ്റ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർച്ചർ ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി തന്നെ പ്രഡിക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഗസ് ചെയ്യും, ഊഹിക്കും. അതായത് ഇപ്പം നമ്മൾ വർക്ക് സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ വർക്ക് സ്ട്രെസ്സും ബേൺ ഔട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു റിസർച്ചിന് ഒരു ഗസ് ഉണ്ടാവും എന്തായിരിക്കും അവരുടെ റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പം എങ്ങനെയായിരിക്കും, ഹൈ വർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ഹയർ ആയിട്ടുള്ള ബേൺ ഔട്ടിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളൊരു എന്താണ് ഗസ് അല്ലെങ്കിൽ പ്രഡിക്ഷൻ ആ റിസർച്ചർക്ക് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈപ്പോത്തസിസ് എന്ന് പറയാം. അടുത്തത് കളക്റ്റിംഗ് ആണ്. കളക്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യനേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്റർവ്യൂ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രെസ് ആണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വർക്കിംഗ് സ്ട്രെസ് ആണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് നമ്മൾ സ്ട്രെസ് സ്കെയിൽ കൊടുക്കുക. ആ സ്ട്രെസ് സ്കെയിൽ കൊടുത്തിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടും എന്നുള്ളത്. പിന്നെ ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റ എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മൾ കിട്ടിയിട്ടുള്ള ഈ സ്കെയിൽ വെച്ച് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളൊക്കെ നമ്മൾ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യും, പിന്നെ SPSS ഇടും. അപ്പോൾ ഈ തരത്തിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് കിട്ടണം. അപ്പോൾ കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റ എന്നുള്ളത്. ഇനി അടുത്ത എന്താണ്, മേക്കിംഗ് ഡിഡക്ഷൻസ് എന്നുള്ള. മേക്കിംഗ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹൈ സ്ട്രെസ്സും ബേൺ ഔട്ടും തമ്മിലാണ് നമ്മളെ വേരിയബിൾസ് എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കിട്ടുന്നത്, ഹൈ സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ബേൺ ഔട്ട് കാണിക്കുന്നുണ്ട്. ഹൈ സ്ട്രെസ് ഷോസ് ഹൈ ബേൺ ഔട്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ ചിലപ്പം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ഇനി പിന്നെ എന്താണ് ആറാമത്തെ, ആൻഡ് റീച്ചിങ് കൺക്ലൂഷൻ. ആ ഒരു റിസൾട്ട്സ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും. ആ റിസൾട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. അതായത് എന്താണ്, വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ്ലി അഫക്ട്സ് ബേൺ ഔട്ട് ലെവൽ. അതായത് വർക്ക് സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്, ബേൺ ഔട്ടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും. ആൻഡ് അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ് ദ കൺക്ലൂഷൻ ടു ഡിറ്റർമൈൻ വെദർ ദേ ഫിറ്റ് ദ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന കൺക്ലൂഷൻ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഹൈപ്പോത്തസിസുമായിട്ട് സെയിം ആണോ, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസുമായിട്ട് എന്താണ് സപ്പോർട്ട്, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ കൺക്ലൂഷൻ ഹൈപ്പോത്തസിസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ റിസൾട്ട് ആ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇല്ല, ആ റിസൾട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും എന്നുള്ളത്. അതാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് റിസർച്ച് മെത്തഡോളജി എന്നുള്ളതാണ്. റിസർച്ച് മെത്തഡോളജി ഈസ് എ വേ ടു സിസ്റ്റമാറ്റിക്കലി സോൾവ് ദ റിസർച്ച് പ്രോബ്ലം. ഇറ്റ് മേ ബി അണ്ടർസ്റ്റുഡ് ആസ് എ സയൻസ് ഓഫ് സ്റ്റഡിങ് ഹൗ റിസർച്ച് ഈസ് ഡൺ സയന്റിഫിക്കലി. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ആ റിസർച്ച് പ്രോബ്ലത്തിനെ നമ്മൾ സയന്റിഫിക്കലി സോൾവ് ചെയ്യുന്നത്, ആ ഒരു ആ ഒരു വഴിനെയാണ്, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയാം. ഇപ്പൊ ഇവിടെ റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡസ് സ്ട്രെസ് അഫക്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ, സ്ട്രെസ് ജോബ് സാറ്റിസ്ഫാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് റിസർച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മെത്തേഡുകൾ എന്തൊക്കെയായിട്ടാണ് യൂസ് ചെയ്യാം, റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യും, നമ്മൾ അതിനനുസരിച്ചുള്ള സാമ്പിൾ സെലക്ഷൻ നടത്തും, അതിനനുസരിച്ചുള്ള സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യും, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സുകൾ, ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യും. ഇതൊക്കെ എന്താണ്, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റിസർച്ച് പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ റിസർച്ച് പ്രോബ്ലത്തിന് സിസ്റ്റമാറ്റിക്കലി നമ്മൾ സോൾവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു വേനെയാണ് നമ്മൾ എന്ത് പറയാ, റിസർച്ച് മെത്തഡോളജി എന്ന് നമ്മൾ പറയാം. സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്.
ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗുഡ് റിസർച്ച് എന്നുള്ളതാണ്. അപ്പൊ അതിൽ 4 പറയണത്. അതിൽ ഒന്നാമത്തത് ടു ഗെയിൻ ഫെമിലിയറിറ്റി വിത്ത് എ ഫിനോമിനൻ ഓർ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ്സ് ഇൻ ടു ഇറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പുതിയ കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ക്ലിയർ അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. അതാണ് അവിടെ പറയുന്നത് ടു ഗെയിൻ ഫെമിലിയറിറ്റി വിത്ത് എ ഫിനോമിനൻ ഓർ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ്സ് ഇൻ ടു ഇറ്റ് എന്നുള്ളത്. അതായത് റിസർച്ചിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ സാധനത്തിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയ സാധനം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സാധനത്തെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റഡിങ് വൈ സം സ്റ്റുഡൻസ് ഫീൽ ആൻഷ്യസ് ബിഫോർ എക്സാം. അതായത് എക്സാമിന് മുമ്പ് ചില കുട്ടികൾക്ക് ആൻസൈറ്റി ഫീൽ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പൊ അത് ഓൾറെഡി ഉള്ളൊരു സാധനമാണ്, പക്ഷെ അതിനെ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പറയണത് ടു പോർട്രേ അക്യുറേറ്റ്ലി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ഓർ ഗ്രൂപ്പ്. അതായത് നമ്മൾ ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരു സിറ്റുവേഷന്റെ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സിനെ നമ്മൾ ക്ലിയർലി ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയണത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ലെവലിനെ പറ്റിയിട്ട്. കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനെ പറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ടു ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് സംതിങ് ഒക്കേഴ്സ് ഓർ വിത്ത് വിച്ച് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സംതിങ് എൽസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയണത് ഫ്രീക്വൻസി ആൻഡ് അസോസിയേഷൻ ആണ്. അതായത് എത്രത്തോളം നമ്മുടെ ഒരു കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ രണ്ട് സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൻസൈറ്റി എന്ന് പറയുന്ന സാധനം കോളേജ് സ്റ്റുഡൻസിൽ എത്ര പേർക്കുണ്ട്, അത് ഫ്രീക്വൻസി ആയിട്ട് പറയാം. ഇപ്പൊ ഒരു 100 സ്റ്റുഡൻസ് എടുക്കുകയാണെങ്കിൽ 100 സ്റ്റുഡൻസിൽ എത്ര ആളുകൾക്ക് ഈ ഒരു ആൻസൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 100ൽ 40 പേരാണെങ്കിൽ നമ്മൾക്ക് പറയാം 40 കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ആൻസൈറ്റി ഫീൽ ചെയ്യാറുണ്ട്. അതെന്താണ്, ഫ്രീക്വൻസിയാണ്, എത്ര തവണ അല്ലെങ്കിൽ എത്രത്തോളം അത് സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. ഇനി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സാധനങ്ങൾ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കണേ എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൻസൈറ്റി സ്ലീപ്പ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് ആണ്. ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് പറയാം ആൻസൈറ്റി കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, സ്ലീപ്പ് കുറവായിരിക്കും. ആൻസൈറ്റി കുറവാണെങ്കിൽ സ്ലീപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ രണ്ട് സാധനങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പറയുന്നത് എന്താണ്, ടു ടെസ്റ്റ് എ ഹൈപ്പോത്തസിസ് ഓഫ് എ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് കോസ് ആൻഡ് എഫക്റ്റ് മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പം സ്ട്രെസ്സും ബേൺ ഔട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് എങ്ങനെയാണ് ബേൺ ഔട്ടിനെ ഇതാക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് ബേൺ ഔട്ടിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളൊരു സാധനമൊക്കെ നമുക്ക് കിട്ടും. അതായത് ഈ ഒരു വേരിയബിൾ എങ്ങനെയാണ് മറ്റൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത്, ആ ഒരു സാധനം മനസ്സിലാക്കാൻ വേണ്ടി, ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഗുഡ് റിസർച്ചിനുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഫിലോസഫി ഓഫ് റിസർച്ച് ആണ്. ദ റിസർച്ച് ഫിലോസഫി അഡ്രസ്സസ് ദ ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അണ്ടർലൈയിങ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി. അതായത് ഇപ്പം നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ ഒരു സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് റിസർച്ചർ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ തീരുമാനിക്കും. അതായത് എന്താണ് സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെസ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഹൗ ക്യാൻ ഇറ്റ് ബി അണ്ടർസ്റ്റുഡ്, നമുക്ക് എങ്ങനെയാണ് സ്ട്രെസ്സിനെ മനസ്സിലാക്കാൻ പറ്റുക, വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് വൈൽ സ്റ്റഡിങ് ഇറ്റ്, അതായത് അത് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള കാര്യം, എന്തൊക്കെയാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ സ്ട്രെസ് എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അതിൽ ശരിയും തെറ്റും എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെസ്സിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് ആ റിസർച്ചർ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബേസിക് ബിലീഫ്സ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ്, റിസർച്ച് ഫിലോസഫിയിൽ നിന്നാണ്. അപ്പോൾ ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഡാറ്റ കളക്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. It involves thinking about questions, making interpretations, trying out ideas, and thinking of possible arguments for and against them, and wondering how concepts really work. റോണ ആൻഡ് 1999 പറഞ്ഞിട്ടുള്ളത്. അതായത് ഫിലോസഫി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഐഡിയാസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രോസും കോൺസും എന്തൊക്കെയാണ് അതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിലോസഫി നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ആൻസൈറ്റി എന്ന് പറയുന്നത്, ആൻസൈറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ, റിസർച്ചേഴ്സ് എന്ത് ചെയ്യും, കുറച്ച്
കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതായത് ആൻസൈറ്റി എന്ന് പറയുന്നത് ബയോളജിക്കൽ ആണോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആണോ, നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റുമോ, ഈ പറയുന്ന ആൻസൈറ്റി എന്താണ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു തരത്തിൽ ഒരേപോലെ തന്നെയാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിലോസഫി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഡീപ്പ് തിങ്കിങ് എന്ന് പറയുന്നതാണ് ഫിലോസഫിക്കൽ തിങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇറ്റ് ആൾസോ ഓഫേഴ്സ് എ ഫ്രെയിംവർക്ക് ഓഫ് തിങ്കിങ്, ഹെൽപ്സ് ഡെവലപ്പ് കപ്പാസിറ്റീസ് ഓഫ് തിങ്കിങ് ആൻഡ് ഇംപ്രൂവ്സ് ദ അലൈൻമെന്റ് ഓഫ് വാട്ട് ആൻ ഇൻഡിവിജ്വൽ തിങ്ക് ആൻഡ് വാട്ട് ഹി ഡസ് എന്നുള്ളത്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ നമുക്കൊരു തിങ്കിങ്ങിന് ഒരു സ്ട്രക്ചർ ആര് തരുന്നുണ്ട്, ഫിലോസഫി തരുന്നുണ്ട്. അതേപോലെ തന്നെ തോട്ട്സും ആക്ഷൻ്റെയും ഒക്കെ ഒരു അലൈനിന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്താണോ, വാട്ട് വി ബിലീവ് ഡിസൈഡ്സ് വാട്ട് വി ഡു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, അതാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ആക്ഷനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ റിസർച്ചർ ചിന്തിക്കുകയാണ് എൻ്റെ പാർട്ടിസിപ്പൻസിന് ഞാൻ റെസ്പെക്ട് കൊടുക്കണം എന്ന് ബിലീവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അവരോട് ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ നിന്ന് പെർമിഷൻ ചോദിക്കും. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡിയിൽ നിങ്ങൾക്ക് കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും എന്നുള്ളത്. അപ്പം നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ആക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി at the heart of it, philosophy is systematic examination of the assumptions and common wisdoms that underlies thought and action. അപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ചാൽ ഈ പറയുന്നത് നമ്മുടെ ഹിഡൻ ആയിട്ടുള്ള ബിലീഫ്സിനെയൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫിലോസഫി ഹിഡൻ ആയിട്ടുള്ള ബിലീഫ്സിനെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു അസംഷൻ ഉണ്ടായിരിക്കും എന്നുള്ള. അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കാര്യം കറക്റ്റ് ആണോ എന്ന് ചിന്തിക്കാതെ തന്നെ നമ്മളത് എന്താണ് വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം റെഡി ആണോ, ശരിക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊന്നും ചിന്തിക്കാതെ നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ അസംഷൻ എന്ന് പറയാം. അപ്പൊ ഫിലോസഫിയിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗേൾസ് എന്ന് പറയുന്നത് എന്താ ബോയ്സിനെക്കാട്ടിലും വളരെ ഇമോഷണൽ ആണ് എന്ന് പറയുന്ന ഒരു അസംഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഫിലോസഫി എന്തായിരിക്കും, ഇത് എപ്പോഴും ഈസ് ദിസ് ആൾവേസ് ട്രൂ, ഇത് എപ്പോഴും ഇത് ട്രൂ ആണോ, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തില് എല്ലാ ആളുകളിലും ഈ ഒരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ബിലീഫ് മാത്രമാണോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആര് ചോദിക്കുന്നുണ്ട്, ഫിലോസഫി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ ഒരു ഫിലോസഫി ക്വസ്റ്റ്യനിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു അസംഷൻ എന്ത് ചെയ്യുന്നത്, എക്സാമിനിങ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൽ പറയുന്നത് philosophically Creswell 1994 identified 5 sets of assumptions that are related to what is reality or knowledge. അപ്പോൾ റിയാലിറ്റി ആൻഡ് നോളേജിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 സെറ്റ് ഓഫ് അസംഷനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യം അതിൽ പറയുന്നത് ഹൗ ടു നോ ഇറ്റ് ഈസ് ട്രൂ, എ ക്വസ്റ്റ്യൻ ഓഫ് ഓണ്ടോളജി. അതായത് ഇവിടെ വാട്ട് ഈസ് റിയാലിറ്റി എന്നുള്ളതാണ് ഓണ്ടോളജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ സ്ട്രെസ്സിനെ പറ്റിയാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും സെയിം ആണോ, എല്ലാ ആളുകളിലും സ്ട്രെസ് സെയിം ആണോ, അല്ലെങ്കിൽ പല ആളുകൾക്കും ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബിലീഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബിലീഫ് അവിടുത്തെ ആ ഒരു റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ വാട്ട് വാല്യൂസ് ഗോ ഇൻ ടു ഇറ്റ്, എ ക്വസ്റ്റ്യൻ ഓഫ് എപ്പിസ്റ്റമോളജി. അതായത് ഹൗ ഡു വി നോ ഇറ്റ് ഈസ് ട്രൂ, അതായത് നമുക്ക് അത് സത്യമാണ്, അത് ട്രൂ ആണെന്ന് നമുക്ക് എങ്ങനെയാണ് അറിയുക. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെസ് സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു സ്ട്രെസ് എങ്ങനെയാണ് സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സർവേസ് വഴി എന്ത് ചെയ്യാം, സർവേ യൂസ് ചെയ്തുകൊണ്ട് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ മെത്തേഡ് വഴിയാണോ അത് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സോഴ്സ് ഓഫ് നോളേജിനെയാണ് അവിടെ എന്ത് പറയണത്, എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഇത് സ്ട്രെസ് സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു നോളേജ് അറിയണമെങ്കിൽ അത് ഏത് വഴിയാണ് നമുക്ക് നോളേജ് അറിയാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് അത് അറിയാൻ പറ്റുന്നത്, ആ സർവേ വഴി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്റർവ്യൂ വഴി ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുക. ആ ഒരു സോഴ്സ് ഓഫ് നോളേജിനെയാണ് നമ്മൾ എന്താ പറയാ, എപ്പിസ്റ്റമോളജി എന്ന് പറയാം. ഇനി ഹൗ ടു റൈറ്റ് അബൌട്ട് ഇറ്റ്, എ ക്വസ്റ്റ്യൻ ഓഫ് ആക്സിയോളജി എന്നുള്ളതാണ് പറയണത്. അതായത് ഇത് വാല്യൂസിനെയും റിസർച്ചിൽ ഉണ്ടാവുന്ന വാല്യൂസ് ആൻഡ് എത്തിക്സിനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹാംനെസ് അവിടെ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ ഇവിടെ വരും, ഈ ഒരു എ ക്വസ്റ്റ്യൻ ഓഫ് ആക്സിയോളജിയിൽ വരും. ഇനി ദ പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ഇറ്റ് എന്നുള്ളതാണ് അടുത്തത്. അതായത് എ ക്വസ്റ്റ്യൻ ഓഫ് റിട്ടോറിക് ഓർ മെത്തഡോളജി. അതായത് ഇതിൽ പറയുന്ന റിട്ടോറിക് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ റിസർച്ച് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ റിസർച്ച് എഴുതുന്നത്, അതാണ് എന്ത് റിട്ടോറിക്
സ്റ്റോറീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ റിസർച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ബയാസ് അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ ക്ലിയറും ഹോണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ആ ഒരു റിസർച്ച് എഴുതാനായിട്ട്. അതാണ് റിട്ടോറിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെത്തഡോളജി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ആ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? നമ്മളെ സർവേ മെത്തേഡ് വഴിയാണോ, അത് നമ്മൾ എക്സ്പെരിമെന്റ് വഴിയാണോ, നമ്മുടെ സാമ്പിൾ സെലക്ഷൻ എങ്ങനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, ഈ ഒരു മെത്തഡോളജി എന്നുള്ളതുകൊണ്ട് വെച്ചാൽ. അപ്പൊ ഇത്തരത്തിൽ എന്താണ് 4 സ്റ്റെപ്പുകൾ, മൊത്തത്തിൽ 5 സ്റ്റെപ്പുകൾ, മെത്തഡോളജിയും കൂടെ കൂട്ടിയിട്ടാണ് 5 സ്റ്റെപ്പ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വൈ ഫിലോസഫി, എന്തുകൊണ്ടാണ് ഫിലോസഫി എന്നുള്ളത്. സോഷ്യൽ സയൻസ് റിസർച്ച് ക്യാൻ ഓൺലി ബി മീനിങ്ഫുള്ളി ഇന്റർപ്രറ്റഡ് വെൻ ദർ ഈസ് ക്ലാരിറ്റി അബൌട്ട് ദ ഡിസിഷൻസ് ദാറ്റ് വർ ടേക്കൺ ദാറ്റ് അഫക്ട് ദ റിസർച്ച് ഔട്ട്കംസ് എന്നുള്ളതാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ റിസർച്ചിന്റെ റിസൾട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു റിസൾട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? വി മസ്റ്റ് നോ ഹൗ ആൻഡ് വൈ ദ റിസർച്ചർ മേഡ് ദിസ് ചോയ്സസ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ആ റിസർച്ചർ ആ ചോയ്സസ് മെയ്ഡ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ആ റിസർച്ചിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. സം ഓഫ് ദീസ് ഡിസിഷൻസ് ആർ ബേസ്ഡ് നോട്ട് ഓൾവേസ് നോയിങ്ലി ഓൺ സം കീ ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസ്. അതായത് ഇത്തരത്തിലുള്ള ചോയ്സസ് ബേസ് ചെയ്തിരിക്കുന്നത് ചിലപ്പം ബിലീഫ്സിന്റെ ബേസിലായിരിക്കും, ഒരു വിശ്വാസത്തിന്റെ ബേസിലായിരിക്കും ആ റിസർച്ചർ ആ ചോയ്സസ് മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ബിലീഫ് ചിലപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു കാര്യം ആയിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടായിരിക്കണം എന്നില്ല, അവരുടെ ഒരു ബിലീഫിന്റെ ബേസിലായിരിക്കും ആ ഒരു റിസർച്ചർ അവിടെ ആ ഒരു ചോയ്സസ് മെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. Philosophy provides the general principles of theoretical thinking, a method of cognition, perspective, and self-awareness, all of which are used to obtain knowledge of reality and to decide, conduct, analyze, and interpret research and its outcome എന്ന് പറയുന്നത്. അപ്പോൾ ഫിലോസഫി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ എന്താ തിങ്ക് ചെയ്യാനും, ക്ലിയർലി തിങ്ക് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് റിയാലിറ്റി മനസ്സിലാക്കാൻ, നമുക്ക് നമ്മളുടെ തന്നെ തിങ്കിങ്ങിനെ കുറിച്ച് ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫിലോസഫി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വേ ഓഫ് തിങ്കിങ് നമ്മളെ റിസർച്ച് പ്ലാൻ ചെയ്യാനും, റിസർച്ച് ചെയ്യാനും, റിസർച്ച് അനലൈസ് ചെയ്യാനും, റിസർച്ചിനെ മനസ്സിലാക്കാനൊക്കെ ഈ ഒരു വേ ഓഫ് തിങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആ ഒരു പോയിന്റ് അത്രയാണ് പറയുന്നത്. പോയിന്റിൽ പറയുന്നത് വെച്ചാൽ എന്താണ്, നമുക്ക് ഈ ഒരു ഫിലോസഫി നമ്മളെ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനും, നമുക്ക് റിയാലിറ്റി മനസ്സിലാക്കാനും, നമുക്ക് നമ്മളുടെ തന്നെ തിങ്കിങ്ങിനെ ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഫിലോസഫി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേ ഓഫ് തിങ്കിങ് ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ റിസർച്ചിനെ പ്ലാൻ ചെയ്യാനും, റിസർച്ച് ചെയ്യാനും, അതുപോലെ തന്നെ റിസർച്ച് അനലൈസ് ചെയ്യാനും, റിസർച്ച് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു വേ ഓഫ് തിങ്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി റിസർച്ച് ഫിലോസഫി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് റിസർച്ച് മെത്തഡോളജി. അതായത് ഈ റിസർച്ച് ഫിലോസഫി എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ആൻഡ് റിസർച്ച് ഫിലോസഫി ഈസ് ക്ലാസിഫൈഡ് ആസ് ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി ആൻഡ് ആക്സിയോളജി. അപ്പോൾ റിസർച്ച് ഫിലോസഫിനെ നമ്മളൊരു 3 പാർട്ടായിട്ട് തിരിച്ചു ചെയ്യുക, അല്ലെങ്കിൽ റിസർച്ച് ഫിലോസഫിക്ക് ഒരു 3 പാർട്ട് ഉണ്ട്. അതാണ് ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി ആൻഡ് ആക്സിയോളജി. These philosophical approaches enable to decide which approach should be adopted by the researcher and why, which is derived from research questions. അതായത് ഈ ഒരു ബിലീഫ് ഉണ്ടല്ലോ, അതാണ് ആ ഒരു റിസർച്ചറിനെ റൈറ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ് എന്ന് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചോയ്സസിന് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഈ പറയുന്ന ബിലീഫ്സ് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ റൈറ്റ് റിസർച്ച് മെത്തേഡ് എന്താണെന്ന് ചൂസ് ചെയ്യാനായിട്ട് ഈ റിസർച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിലീഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ചോയ്സസിനെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിലോസഫി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫിലോസഫിക്കൽ തിങ്കിങ് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ റിസർച്ച് ക്വസ്റ്റ്യൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഫിലോസഫി ഏതാണ്, അതുപോലെ തന്നെ അവർ ആ റിസർച്ചിൽ ഉപയോഗിക്കേണ്ട ഫിലോസഫി എന്താണ്, അല്ലെങ്കിൽ ആ റിസർച്ചിന്റെ ഫിലോസഫി എന്താണ്, അതുപോലെ തന്നെ അവർ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു റിസർച്ച് ആണ് എന്നുള്ളതാണ്. ഇനി എപ്പിസ്റ്റമോളജി, ഓണ്ടോളജി ആൻഡ് ആക്സിയോളജി ആർ ഓഫൺ അൺസ്പോക്കൺ assumptions about knowledge, people in society and our values that rest beneath our favorite research. അതായത് ഈ എപ്പിസ്റ്റമോളജി, ഓണ്ടോളജി ആൻഡ് ആക്സിയോളജി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു അൺസ്പോക്കൺ അസംഷൻ ആണ്. പറയാത്തൊരു, എന്താ പറയുക, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാത്ത ഒരു അൺസ്പോക്കൺ ആയിട്ടുള്ള ഒരു അസെപ്ഷൻ ആണ് ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള, നോളേജിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസ്, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു അൺസ്പോക്കൺ അസംഷൻസ് ആണ് എപ്പിസ്റ്റമോളജി, ഓണ്ടോളജി ആൻഡ് ആക്സിയോളജി എന്നൊക്കെ പറയുന്നത്.
അപ്പൊ ഇത്തരത്തില് എന്താണ് ഈ ഒരു അത് അങ്ങനെ വേറൊരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിസർച്ചറിന് എന്തുണ്ട്, ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ടായിരിക്കും അവരുടെ നോളജിനെ പറ്റിയിട്ടും ആ പീപ്പിളിനെ പറ്റിയിട്ടും വാല്യൂസിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു ഹിഡൻ ബിലീഫാണ് ഇവിടെ പറയുന്നത്. അത് എന്ത് ചെയ്യണമെന്നില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. അത്തരത്തിലുള്ള ഒരു ഹിഡൻ ബിലീഫ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ആൻഡ് ദാറ്റ് റെസ്റ്റ് ബിനീത്ത് അവർ ഫേവറേറ്റ് റിസർച്ച് എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ പ്രിഫേർഡ് ആയിട്ടുള്ള റിസർച്ച് സ്റ്റൈൽ, അല്ലെങ്കിൽ ഈ ഒരു ഹിഡൻ ബിലീഫാണ് നമ്മുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി each of them corresponds to a branch of philosophy which can be very abstract എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബിലീഫ് വരുന്നത് എവിടെ നിന്നാണ്? ഫിലോസഫിയിലാണ്. അത് പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചിലപ്പോ ഒക്കെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു ബിലീഫ് വരുന്നത് ഫിലോസഫിയിൽ നിന്നാണ്. അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫിലോസഫിനെ നമ്മളൊരു 3 ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ അത് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് എപ്പിസ്റ്റമോളജി, ഓണ്ടോളജി ആൻഡ് ആക്സിയോളജി. ഇതെന്ന് പറയുന്നത് ഒരു അൺസ്പോക്കൺ അസംഷൻ ആണ്. നോളജിനെ പറ്റിയിട്ടും പീപ്പിളിനെ പറ്റിയിട്ടും വാല്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു അൺസ്പോക്കൺ അസംഷൻ ആണ് ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു അൺസ്പോക്കൺ ആയിട്ടുള്ള ബിലീഫാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിസർച്ച് സ്റ്റൈലിനെ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ 3 കാര്യങ്ങൾ ഓണ്ടോളജി, ആക്സിയോളജി, എപ്പിസ്റ്റമോളജി ഒക്കെ എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഇനി അടുത്തത് ഓണ്ടോളജി എന്നുള്ളതിനെ പറ്റിയാണ് പറയണത്. അപ്പോൾ ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ബീയിങ്, അതായത് ഓണ്ടോളജി എന്ന് പറയുന്നത് വാട്ട് എക്സിസ്റ്റ് എന്നതിനെ പറ്റി പഠിക്കുകയാണെന്നുള്ളത്. വാട്ട് എക്സിസ്റ്റ്, എന്താണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിനെ പറ്റി പഠിക്കുന്നതാണ് ഓണ്ടോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബീയിങ് ഫണ്ടമെന്റലി വാട്ട് എക്സിസ്റ്റ് ആൻഡ് വാട്ട് ദ മീനിങ് ഓഫ് എക്സിസ്റ്റൻസ് ഈസ്. അതായത് എന്താണ് ശരിക്കും റിയൽ, വാട്ട് ഈസ് റിയൽ, അതിനെ മനസ്സിലാക്കാനായിട്ട് ഓണ്ടോളജി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വാട്ട് ഇറ്റ് മീൻസ് ടു എക്സിസ്റ്റ്, അതായത് എക്സിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്, അതുപോലെ റിയൽ എന്നുള്ളത് എന്താണ്, അതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണ്ടോളജി എന്ന് പറയുന്നത്. ഇനി ഓണ്ടോളജി ഈസ് ആൾസോ ദ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് സ്റ്റഡീസ് എക്സിസ്റ്റൻസ് ആൻഡ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അവർ എക്സിസ്റ്റൻസ്. അപ്പോൾ ഹോണ്ടോളജി പഠിക്കുന്നത് ഹ്യൂമൻ ലൈഫിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ഹൗ ഹ്യൂമൻ എക്സിസ്റ്റ് ഇൻ ദ വേൾഡിൽ എങ്ങനെയാണ് ഹ്യൂമൻ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ്, ഇതിനൊക്കെ പറ്റി പഠിക്കുകയാണ് ആര് ചെയ്യുന്നത്, ഓണ്ടോളജി ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് ഫിലോസഫീൻ്റെ ഒരു ബ്രാഞ്ചാണ് ഓണ്ടോളജി എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു. അപ്പം ഈ ഓണ്ടോളജിയിൽ പഠിക്കുന്നത് എന്താണ്, ഹ്യൂമൻ ലൈഫിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ഹ്യൂമൻസ് ഈ ഒരു വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഓണ്ടോളജി. ഇനി ദേ ആസ്ക് questions like what is the nature of existence and our existence as individuals in society, in the universe, and who are we and what are we here for. അതായത് ഇവിടെ എന്താണ് ലൈഫ്, എന്താണ് വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഓണ്ടോളജി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ലൈഫ്, എന്താണ് ലൈഫ്, ഹൗ ഡു വി എക്സിസ്റ്റ് സൊസൈറ്റി ആൻഡ് ദ വേൾഡ്, നമ്മൾ വേൾഡിൽ എങ്ങനെയാണ്, നമ്മൾ സൊസൈറ്റിയിലും വേൾഡിലൊക്കെ എങ്ങനെയാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്താണ് ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഈ ഓണ്ടോളജിയിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റിനെ പറ്റിയിട്ടും നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫിനെ പറ്റിയിട്ടും ഒക്കെ ഓണ്ടോളജിയിൽ ചോദിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓണ്ടോളജി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ലൈഫ്, എന്താണ് ലൈഫ് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ വേൾഡിലും നമ്മൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റിനെ പറ്റിയിട്ടും നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫിനെ പറ്റിയിട്ടും ഒക്കെ ഓണ്ടോളജി ചോദിക്കുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ഓണ്ടോളജിക്കൽ ക്വസ്റ്റ്യൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓണ്ടോളജിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഡു വി മേക്ക് റിയൽ ഫ്രീ വിൽ ചോയ്സസ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ ആയിട്ട് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫ്രീ വിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു സാധനം ഉണ്ട്, ഒരു കഴിവുണ്ട് എന്ന് പറയുന്നതാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്, ഡു വി ഫ്രീലി ഡിസൈഡ് വാട്ട് വി ഡു. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഫ്രീലി ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ. ആൻഡ് ഡു വി മേക്ക് ചോയ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കംസ്. അതായത് നമ്മുടെ ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ ചേഞ്ച് ചെയ്യുമോ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഔട്ട്കമ്മിന് അത് നമ്മുടെ ഡിസിഷൻസ് അത് ചേഞ്ച് ആക്കുമോ. അതുപോലെ തന്നെ എന്താണ്, ഓർ ആർ ദർ ഫോഴ്സസ് ദാറ്റ് ആർ ഡിറ്റർമൈനിങ്. അതായത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫെയ്റ്റ് ആണോ, വിധിയാണോ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആണോ, നമ്മുടെ ബയോളജി ആണോ, നമ്മുടെ സിറ്റുവേഷൻസ് ആണോ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ഇതാണ്. എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡു വി ഫ്രീലി ഡിസൈഡ് വാട്ട് വി ഡു, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫ്രീലി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ ഡു അവർ ഡിസിഷൻ ചേഞ്ച് വാട്ട് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ ചേഞ്ച് ആക്കുമോ.
പിന്നെന്താണ് ഓർ അവർ ലൈഫ് കൺട്രോൾഡ് ബൈ ഫേറ്റ്, സൊസൈറ്റി, ബയോളജി ഓർ സിറ്റുവേഷൻസ്. അത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് വിധിയാണോ, അല്ലെങ്കിൽ സൊസൈറ്റി ആണോ, അല്ലെങ്കിൽ ബയോളജി ആണോ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആണോ എന്നുള്ളതാണ്. ഇനി ഇനി or outcome that are beyond our control. And another ontological question would be this: are we best understood as individuals? And വേറൊരു ontological question ആണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ എന്താണ് should human be seen as separate individual? അതായത് ഈ മനുഷ്യരെന്ന് പറയുന്നത് നമ്മളൊരു വ്യത്യസ്ത വ്യക്തികളായിട്ട് നമ്മൾ കാണണോ, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കാണണോ? or is our nature best viewed as being part of a group, part of a social system എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് കാണണോ, അതോ നമ്മൾ എന്താണ് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു കൾച്ചറിന്റെ ഒരു ഫാമിലിയുടെ ഒരു പാർട്ടായിട്ട് വേണോ നമ്മൾ ഹ്യൂമൻസിനെ കാണേണ്ടത്? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ എക്സിസ്റ്റൻസ് എന്താണ്, അതിനെപ്പറ്റി പഠിക്കുക, നമ്മുടെ ലൈഫ് എന്താണ്, റിയൽ എന്താണ്, ഇതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സാധനമാണ് എന്ത്, ഓണ്ടോളജി. അടുത്ത് നമ്മൾ പറയുന്നത് എപ്പിസ്റ്റമോളജിനെ പറ്റിയിട്ടാണ്. എ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് ഹൗ വി നോ വാട്ട് വി നോ എന്നുള്ളത്. അതായത് നമുക്ക് എങ്ങനെയാണ് നോളേജ് കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഹൗ വി ഗെറ്റ് നോളേജ് ആൻഡ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് തിങ്സ്, അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത്, എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. നമുക്ക് നോളേജ് എങ്ങനെയാണ് കിട്ടുന്നത്, നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്, അതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത്, എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അപ്പൊ എപ്പിസ്റ്റമോളജി ഈസ് ആൾസോ കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് എ ഫിലോസഫിക്കൽ ഗ്രൗണ്ടിങ് ഫോർ ഡിസൈഡിങ് വാട്ട് കൈൻഡ്സ് ഓഫ് നോളേജ് ആർ പോസിബിൾ ആൻഡ് ഹൗ വി ക്യാൻ എൻഷുർ ദാറ്റ് ദേ ആർ ബോത്ത് അഡിക്വേറ്റ് ആൻഡ് ലെജിറ്റിമേറ്റ്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാല് എന്താണ്, ഇത്തരത്തില് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് നോളേജ് ആണ് ഈ എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്, നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് നോളേജ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, അതായത് ഫാക്ട്സ്, എക്സ്പീരിയൻസ്, ഡാറ്റ, ഒപ്പീനിയൻസ്, ഇതിലൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള നോളേജ് ഏത് ടൈപ്പ് ഓഫ് നോളേജ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്, അത് ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കിട്ടുന്ന നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ആ ഒരു നോളേജ് എന്താണ്, കറക്റ്റ് ആണോ, റിലയബിൾ ആണോ, ട്രസ്റ്റ് വേർത്തി ആണോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എപ്പിസ്റ്റമോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്, നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് നോളേജ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്, ഫാക്ട്സ്, എക്സ്പീരിയൻസ്, ഡാറ്റ, ഒപ്പീനിയൻസ് ഒക്കെ എന്താണ് പോസിബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് നോളേജ് ആണ്. അപ്പൊ അതിൽ എന്താണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് നോളേജ്, അത് ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഉള്ള നോളേജ് നമുക്ക് കറക്റ്റ് ആണോ, റിലയബിൾ ആണോ, ട്രസ്റ്റ് വേർത്തി ആണോ എന്നുള്ളതൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി when solving some attitude problem or reading something, then there were require knowledge to understand the word which is known as epistemology. അതായത് നമുക്ക് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു പീപ്പിൾസിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, ആദ്യം നമുക്ക് നോളേജ് ആവശ്യമാണുള്ളത്. ഒരു പീപ്പിളിന്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണമെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് നോളേജ്, നമുക്ക് നോളേജ് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റഡിയിങ് ഹൗ ദിസ് നോളേജ് ഇസ് ഗെയിൻഡ് എപ്പിസ്റ്റമോളജി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ നോളേജ് എങ്ങനെയാണ് കിട്ടുന്നത്, ഗെയിൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അതായത് ഒരു പീപ്പിളിന്റെ ആറ്റിറ്റ്യൂഡ്, സിറ്റുവേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നോളേജ് വേണം. ആ നോളേജ് നമ്മൾ എങ്ങനെയാണ് ഗെയിൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ആൾസോ എപ്പിസ്റ്റമോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് സ്റ്റഡീസ് നോളേജ് ഓർ നോയിങ്. അതായത് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ച് ആണ്. അത് ഒരു നോളേജ് അല്ലെങ്കിൽ നോയിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ ഡു വി നോ വാട്ട് വി ക്ലെയിം ടു നോ എന്നുള്ളത്. അതായത് നമുക്ക് കിട്ടുന്ന നോളേജ് ഒക്കെ എന്താണ്, ശരിയാണ് അല്ലെങ്കിൽ ട്രൂ ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക, ഹൗ ക്യാൻ വി ബി ഷുവർ അവർ നോളേജ് ഈസ് ട്രൂ എന്നുള്ളത്. അതാണ് ആ ഒരു ചോദ്യം, നമുക്ക് കിട്ടുന്ന നോളേജ് ഒക്കെ ശരിയാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുക, അതാണ് എന്ത്, ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ COVID-19 ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് COVID-19, when its wave came, we were not aware of its medication and later we started researching and a vaccine came after gaining a lot of knowledge. അതായത് COVID-19 ഒരു സമയത്ത് ഫസ്റ്റ് ആ ഒരു വേവ് വന്നപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു അത് ഈ ഒരു COVID-19 വരുമ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള മെഡിസിൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് മെഡിക്കേഷൻ ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് എന്തുണ്ടായിരുന്നില്ല, ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമ്മൾ റിസർച്ചിലൂടെ എന്ത് ചെയ്തു, ഒരു വാക്സിൻ കണ്ടുപിടിച്ചു. അത് എന്താണ്, ആ ഒരു വാക്സിൻ വന്നു. അതൊക്കെ എങ്ങനെയാണ് ആ വാക്സിൻ വരുന്നത്, ഒരു ലോട്ട് ഓഫ് നോളേജ് നമ്മൾ ഗെയിൻ ചെയ്തതിന് ശേഷമാണ് വാക്സിൻ അവിടെ വന്നത്. അപ്പൊ ആ ഒരു നോളേജ് നമ്മൾ ഗെയിൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സാധനമാണ് പറയാൻ പോകുന്നത്, ആക്സിയോളജി. Axiology is about values such as good and bad, moral and immoral, questions about what the meaning of life is and how we should live എന്നുള്ളത്.
അതായത് ഇവിടെ ഈ ആക്സിയോളജി പഠിക്കുന്നത് എന്താണ് റൈറ്റ്, എന്താണ് റോങ്, ശരിയായിട്ടുള്ളത് എന്താണ്, തെറ്റായിട്ടുള്ളത് എന്താണ്, ആൻഡ് ഗുഡ് ഓർ ബാഡ്, അതായത് നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, അതിനെ കുറിച്ചൊക്കെയാണ് ആര് പഠിക്കുന്നത്, ഈ ആക്സിയോളജി പഠിക്കുന്നത്. അതുപോലെ തന്നെ ആക്സിയോളജി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഹൗ പീപ്പിൾ ഷുഡ് ലീവ് ആൻഡ് വാട്ട് മേക്സ് ലൈഫ് ഈസ് വാല്യുബിൾ എന്നുള്ളത്. എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ വാല്യുബിൾ ആക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ആര് ചോദിക്കുന്നുണ്ട്, ആക്സിയോളജിയിൽ ചോദിക്കുന്നുണ്ട്. And axiology is also a branch of philosophy that studies values. ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ച് ആണ് ആക്സിയോളജി. ഇതിൽ നമ്മൾ വാല്യൂസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. They ask questions about the values that guide our research to begin with എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഇവിടെ എന്താണ് ഒരു വാല്യൂസ് ബിലീഫ്സ് ഒക്കെ ആർക്ക് ഉണ്ടാവും, റിസർച്ചറിന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഈ പറയുന്ന വാല്യൂസും ബിലീഫ്സും ഒക്കെ ആ റിസർച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് ആ ഒരു ഇതിൽ പറയണത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഫോർ എക്സാമ്പിൾ, വാട്ട് ഡു വി കൺസിഡർ ടു ബി ഗുഡ് ഓർ ബാഡ്, റൈറ്റ് ഓർ റോങ്, ബ്യൂട്ടിഫുൾ ഓർ നോട്ട്, വാട്ട് ഡു വി വാല്യൂ. അനദർ ആക്സിയോളജിക്കൽ ഇഷ്യൂ ഈസ് വാട്ട് വാല്യൂസ് മൈറ്റ് റിസൾട്ട് ഫ്രം ഓർ ബി ദ ഔട്ട്കം ഓഫ് അവർ റിസർച്ച്. അതായത് ഇതിൽ പറയണത് എന്താ വെച്ചാൽ നമ്മൾ എന്താണ് ശരി എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് മീനിങ് ഫുൾ, അതിനെയാണ് ആര് പഠിക്കുന്നത്, ആക്സിയോളജി പഠിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്, ഈ ഒരു റിസർച്ചിൽ നിന്ന് എന്ത് തരത്തിലുള്ള എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മെസ്സേജ് ആണ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന ആക്സിയോളജി ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമുക്ക് എന്താണ് റൈറ്റ് ആയിട്ടുള്ളത്, നമുക്ക് എന്താണ് മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അതിനെയാണ് ആക്സിയോളജി പഠിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം എന്താ വെച്ചാൽ ഈ ഒരു റിസർച്ചിൽ എന്ത് മെസ്സേജ് ആൻഡ് എഫക്റ്റ് ആണ് സൊസൈറ്റിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. And axiology often asks us questions about the extent to which our research can be totally neutral, or does our researcher opinion come into play, and our personal values shape how we conduct and write up our research. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ആക്സിയോളജി ഒരു വേറെ ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്, വെദർ റിസർച്ച് ക്യാൻ ബി കംപ്ലീറ്റ്ലി അൺബയാസ്ഡ്. നമുക്ക് റിസർച്ചിനെ കംപ്ലീറ്റ്ലി ഒരു അൺബയാസ്ഡ് ആക്കാൻ വേണ്ടി പറ്റുമോ? ആൻഡ് അതുപോലെ തന്നെ റിസർച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പേഴ്സണൽ ബിലീഫ്സ് ഈ പറയുന്ന റിസർച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും അത് അവരുടെ റൈറ്റിങ്ങിലും അവരുടെ റിസർച്ചിലും അവരുടെ പേഴ്സണൽ ബിലീഫ്സ് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു റിസർച്ചർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവിടെ പറയണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റിസർച്ചിനെ കംപ്ലീറ്റ്ലി അൺബയാസ്ഡ് ആക്കാൻ പറ്റുമോ, അതായത് പ്രത്യേകിച്ച് എന്താണ് എറർ ഒന്നും ഇല്ലാതെ ബയാസ്ഡ് ആക്കാതെ നമുക്ക് കംപ്ലീറ്റ്ലി അൺബയാസ്ഡ് ആക്കാൻ പറ്റുമോ. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള റിസർച്ചറിന്റെ പേഴ്സണൽ ബിലീഫ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ റിസർച്ചറിന്റെ പേഴ്സണൽ ബിലീഫ്സ് അവരുടെ റിസർച്ചിനെയും അതുപോലെ തന്നെ അവരുടെ റൈറ്റിങ്ങിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിയോളജി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഇന്നത്തോടു കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പം എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തരാം. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ ബൈ.